കൂടി നമുക്ക് പുറത്തുള്ള ഒരു ലോകത്തിൻ്റെ സംരക്ഷണമില്ല. ഇവിടുത്തെ മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൽ അംഗങ്ങളോ വിശ്വാസികളോ ആയിട്ടുള്ള ഒരാൾ പോലും അവർക്ക് വേണ്ടി അല്ലാതെ അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു സനാതന മൂല്യങ്ങളുടെ ദർശനങ്ങളുടെ മാനദണ്ഡം വെച്ച് നമ്മൾ ഇത്തരം രീതികളിൽ നമ്മൾ അത് തിരിച്ചറിയുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് വേറിട്ട വഴികളിലൂടെ. അത് വേറിട്ട വഴികളാണ്. അത് തുടർന്നു വരുന്ന പാരമ്പര്യ ചിന്താ രീതികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്ന അവസരങ്ങൾ ഇതിനെപ്പറ്റിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ അതായത് കേരള സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ജൈവ വൈവിധ്യ നിയമം, ഈ നിയമം മൂലം യഥാർത്ഥ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം പറ്റുമോ അതാണ് ഒരു വിഷയം. അതായത് സംസ്ഥാന ഗവൺമെന്റ് നിരവധി 100-ലധികം നിയമനിർമ്മാണങ്ങൾ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നിയമങ്ങൾ ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടായതാണോ കേരളത്തിൽ ദുരന്തം എന്ന് പിണറായി കാലഘട്ടത്തിലാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരളത്തിലെ പാരിസ്ഥിതിക രംഗത്ത് ഏറ്റവും കാര്യക്ഷമമായ പങ്കാളിത്തം വഹിക്കേണ്ടതും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അത്തരത്തിലെ ഗുണകരമായ നീക്കം നാളിന് ഉണ്ടായിട്ടില്ല ഇല്ലെന്നാണ് എൻ്റെ അനുഭവം. കാരണം എനിക്ക് വളരെ ലജ്ജാകരമായ ഒരു വലിയ നിയമം ജീവിക്കുന്നത് ഞാൻ ലക്ഷ്യമിച്ചു പോയിട്ടുണ്ട്. അവിടെ കർഷകർ നടത്തുമ്പോൾ വലിയ അന്തരീക്ഷം വരികയാണ്. അപ്പോൾ അവിടെ അതിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ആരാണ് പൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തടയണമെന്ന് അത് തടയാൻ നിയമം നടപ്പിലാക്കാൻ നമുക്ക് അധികാരമില്ല. എന്തൊരു വിചിത്രമെന്ന് ആലോചിച്ചു. അധികാരമില്ല. അതിൽ തന്നെ പറയും പോലീസിനെ പറയണം. അങ്ങനെ കേരളത്തിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2000 തണ്ണീർത്തടയുണ്ട്. അതായത് ഞാനും കടന്നുപോകില്ല. അതുകൊണ്ട് സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ജൈവ വൈവിധ്യങ്ങളെയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവും ബുദ്ധിയും ശേഷിയും ഭൂമിക്കുണ്ട്. ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിയമം ഉണ്ടാക്കിയിട്ട് അതിനെ അട്ടിപ്പറിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ജൈവ വൈവിധ്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നിയമങ്ങളെയാണ് ആദ്യം ചോദിക്കുന്നത്. അതെന്തെങ്കിലും പോലെ സമയക്കുറവുണ്ടാണ്. നമ്മുടെ നേരത്തെ കാട്ടിലാണ് കാട്ടിലെ വയനാട്ടിൽ കൊണ്ടുവന്നിട്ട് മാത്രമല്ല, ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ഇവിടെ സംഘസമിതി എന്ന് പറയുന്ന സംഘടന പോലും ചെന്നുകൊണ്ടത് കാട്ടി കമ്മിറ്റി റിപ്പോർട്ട് നിർത്തലാക്കണം. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അംഗീകരിക്കാതെ നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് കേരളത്തിലെ സകല മതനേതാവുകളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കാട്ടി കമ്മ്യൂണിറ്റി റിപ്പോർട്ടിനെതിരെ ശക്തമായ കലാപം നടന്ന കാലഘട്ടത്തിലാണ് 2010-11 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ദക്ഷിണാട്ട സംഘടന രൂപപ്പെടുന്നത്. ആ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഇത് വലിയൊരു മേഖലയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിന് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കൽ നടക്കുന്ന ജില്ല വയനാടാണ്. മലപ്പുറം. വയനാട്ടിൽ 400 കോടികളുടെ അത് ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ മൂലമായിട്ട് ഇന്ന് 6 കോടിയാണ്. എങ്ങനെയാണ് അത് ഇല്ലാതായത്? ബാക്കിയുള്ളത് ഇല്ലാതായത് ഇതിനൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും സമയത്ത് പറയുകയാണെങ്കിൽ ഞാൻ വരാം. ഇത് ഗാർഡിയനിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നതിന് മാത്രമേ സൂചിപ്പിച്ചാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയും, ഇന്ന് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനത്തിലെ വേർക്കുന്ന വലിയൊരു ചോദ്യം, നിങ്ങൾ കല്ല് പൊട്ടിക്കരുത്, മണലെടുക്കാൻ നിങ്ങളിങ്ങനെ വീടുണ്ടാക്കി ഞാൻ വീടുണ്ടാക്കണ്ടായിരുന്നു എന്ന ചോദ്യം സ്ഥിരമായിട്ട് എല്ലാ ഭാഗത്തു നിന്ന് വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ സാധാരണ പറയുന്നൊരു കാര്യം, ഒരു 150 അടി കല്ല് കയറുന്ന ഒരു ലോഡ് കല്ലിന് സർക്കാർ കിട്ടുന്നത് 100 രൂപ റോയൽറ്റിയാണ്. ആ ഒരു ലോഡ് കല്ല് അയാൾ വിപണിയിൽ വെക്കുന്നത് 12,000
10,000 രൂപ. അപ്പൊ ഇവിടെ എന്താ വിഷയം? അതായത് പാറ എന്ന് പറയുന്നത് ഇവിടെ മതവിശ്വാസികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരുടെ മതഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാറകളും മലകളും എന്ന് പറയുന്നത് ഭൂമിയുടെ ആണിക്കല്ലാണ്. അതായത് നമ്മൾക്ക് കുടിക്കാൻ ജലം വേണമെങ്കിൽ ഭൂമിയിൽ മലകളുണ്ടായിരിക്കും. മലകളാണ് ജലം കിടക്കുന്ന അമ്മ. അപ്പോ ആ മലകൾ എന്തായിരിക്കണം? പൊതുമുതലായിരിക്കണം. ആ പൊതുമുതൽ എടുക്കാനുള്ള അധികാരമാക്കായിരിക്കണം. ഞാൻ പറയുന്നതല്ല, ഗാർഹിക കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ചെറിയ കാര്യം പറയുന്നേ ഉള്ളൂ. ആ പാറകൾ എടുക്കാനുള്ള അധികാരമാക്കാനുള്ളത് പൊതുസമൂഹത്തിന് മാത്രമാണ്. അതിനെന്ത് ചെയ്യണം? ജനാധിപത്യ ക്രമത്തിൽ പൊതുസമൂഹമാണ് പഞ്ചായത്ത് സംവിധാനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ജൈവവൈവിധ്യങ്ങൾക്കും വ്യക്തിജീവജാലങ്ങൾക്കും അടിയന്തരമായി അത്യാവശ്യമായി വേണ്ട ആവാസ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്ന മൗലിക ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നിജപ്പെടുത്തുക ജനാധിപത്യത്തിന്റെ ആദ്യത്തെ പടിയാണ്. അത് ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്ത് ബോർഡുകളാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, എന്തുകൊണ്ട് കരിങ്കൽ കോരി ഒരു പഞ്ചായത്ത് നടത്തിക്കൂടാ? അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഗാർഹിക കമ്മിറ്റി റിപ്പോർട്ടിൽ ചോദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഗാർഹിക കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാപാലിച്ചത്. അത് ചെറുതായിരുന്നില്ല. ഇത് ഗാർഹിക പറയുമ്പോൾ വെറും ഒരു പരിശീലനം മാത്രമായിരുന്നില്ല. കാരണം പ്രൊഫസർമാർ എന്ന് പറയുന്നത് ലോകത്തിലെ 3-4 യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്ത മേഖലകളിൽ PhD ബിരുദം സമ്പാദിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും രാഷ്ട്രീയ പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഗാർഹിക കമ്മിറ്റി റിപ്പോർട്ട്. അത് ഒരു മന്ത്രിസഭയുടെ ഒരു മന്ത്രിയുടെയോ നിവേദനം വെക്കുന്നത് ശാസ്ത്രമാണ്. അതിലൂടെ ആ ശാസ്ത്രത്തിലൂടെ അദ്ദേഹം തെളിയിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ 4-5 അംഗങ്ങളുടെ കുടുംബത്തിൽ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് വീട് മതി. അധികം അനുവദിക്കരുത്. അതുപോലെ തന്നെ കമ്പി സിമെന്റും ഉപയോഗിച്ചുള്ള നിർമ്മാണ പദ്ധതി ഉപേക്ഷിക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യം, ഇത്തരം വിഷയങ്ങൾ. അതുപോലെ തന്നെ എന്ത് വേണം? ഈ ഭൂമിയുടെ കാര്യത്തിൽ ഒരു അതോറിറ്റി ഉണ്ടാവണം. ഞാൻ പറയാൻ കേട്ടോ, ഇപ്പൊ ഈയിടെ കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ ഏപ്രിൽ 25-ന് മാനൂർ പത്രത്തിൽ വാർത്ത എത്ര ശ്രദ്ധിച്ചിരിക്കണേ. സംസ്ഥാന ഗവൺമെന്റ് 2 ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. ഒന്ന്, ഡിജിറ്റൽ സർവേ ചെയ്യാൻ പോകും ഭൂമിയിൽ. അപ്പോൾ ഡിജിറ്റൽ സർവേ ചെയ്യുമ്പോൾ അധികം കിടക്കുന്ന ഭൂമി ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുക, നികുതിയുടെ. രണ്ടാമതിന്റെ കൊണ്ടുവരുന്ന ഓർഡിനൻസ് പറയുന്നത് 20 ലക്ഷത്തോളം അനുദിന കെട്ടിടങ്ങൾ നിർവഹിക്കാനുള്ളത്, നിയമവിരുദ്ധ കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങൾക്ക് പിഴ ഈടാക്കിക്കൊണ്ട് ഇത് കൊടുക്കുക. നമ്മൾ എന്ത് വിചാരിച്ചു? ഒരു പക്ഷേ പുരോഗമനത്തിൽ അതിനുവേണ്ടിയിരിക്കുന്നവരോ പറഞ്ഞോളട്ടെ. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു വർഷം കൊണ്ട് 25 ഡിപ്പാർട്ട്മെന്റുകൾക്ക് ശമ്പളം കൊടുത്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി ഉണ്ടെങ്കിലേ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ആ 25 ഡിപ്പാർട്ട്മെന്റുകളുടെ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് നിയമവിരുദ്ധ കെട്ടിടങ്ങൾക്ക് നിയമസംരക്ഷണം കൊടുക്കാൻ കഴിയും. ഇതേപോലെയാണ് ഇപ്പൊ ശ്രമം നടക്കാൻ പോകുന്നത്. അപ്പൊ അതൊരു സുഹൃത്തുക്കളെ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വിശപ്പ് മാറാൻ ഒരേ ഒരു പ്രകൃതി ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അതിനപ്പുറം ഒരു വഴിയില്ല. വിശപ്പ് ഉണ്ടാകാൻ ഒരു വികാരം മനുഷ്യനുണ്ടെങ്കിൽ, ജീവശാസ്ത്രത്തിനുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഭക്ഷണം തരാൻ ഭൂമി ഇപ്പോൾ തയ്യാറാണ്. കൂടി വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള നമ്മൾ ഭക്ഷിക പ്രവർത്തികളുമാണ്. അതാണ് ഇനി നമ്മൾ പ്രത്യേകിച്ച് സാക്ഷരതാ രംഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. ആർക്കു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം. ആ നിയമങ്ങൾ ഇവിടെ എത്രത്തോളമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ആ കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞില്ല. 20 ലക്ഷം കെട്ടിടങ്ങൾ നമ്മുടെ കേരളത്തിന് അംഗീകൃതമാണ്. അത് നിയമപരമാക്കാൻ പോവുകയാണ്. ഇതേപോലെയാണ് ഡിജിറ്റൽ സർവേ. അതേപോലെയാണ് ഇപ്പൊ തണ്ണീർത്തട നിയമം. തണ്ണീർത്തട നിയമം ഇവരെന്താണ് നിയമം ഉണ്ടാക്കുന്നത്? ഭൂമി നമുക്കിവിടെ വയലിൽ തണ്ണീർത്തട തന്നു, അത് നികത്തുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയതല്ലേ? അത് ഭൂമിയാണോ? അവിടെ ആദ്യം നിയമങ്ങൾ പിൻവലിക്കട്ടെ. ഇവിടെ ജൈവ വൈവിധ്യങ്ങൾ ഭൂമി തന്നെ സൃഷ്ടിച്ചുകൊള്ളും. നമുക്കിവിടെ വെള്ളം ജലം എല്ലാം ഭൂമി തന്നെ വരും. പക്ഷെ ഭൂമി തന്നെ അനുവദിക്കണം. ഇല്ലെങ്കിൽ ഭൂമിക്ക് പരിശീലനം നമുക്ക് കിട്ടുന്നില്ല. അതൊന്നായിട്ട്
അതിൻ്റെ ഒരു ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ചാക്രീയതയ്ക്ക് തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് മുന്നിലേക്ക് ചെയ്യും. അത് അവരുടെ നിയമമാണ്. അതുകൊണ്ട് അതാണ് എനിക്ക് സൂചിപ്പിക്കാറ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ പശ്ചിമഘട്ടം എന്ന നഗരത്തിൽ 44 നദികൾ 100 കിലോമീറ്റർ അറബിക്കടലിൽ ചെല്ലുമ്പോൾ ഈ അറബിക്കടലിൻ്റെ ശീതോഷ്ണാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് നദികൾ. ഈ നദികൾ പൂർണ്ണമായിട്ട് മലിനീകരിക്കപ്പെട്ടു. മലിനീകരിക്കുന്നതിന് കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് നിയമങ്ങളാണ്. അത് മലിനീകരിക്കപ്പെടുന്നത് മാത്രമല്ല, ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ഈ നദികളിലെ ജലം മുഴുവൻ ചുറ്റുപഴുതിയിരിക്കുന്നു. ഈ ചുറ്റുപഴുത്ത ജലമാണ് അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് സ്വാഭാവികമായിട്ട് കടലിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കും. അത് ആഗോള താപനത്തിന് കടലിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുന്ന സമയത്ത് നിന്നാണ് കടലിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിക്കുന്ന ആൾക്കാർക്ക് വലിയ തോതിൽ നഷ്ടം വരും. കടലിൽ മലിനീകരിക്കപ്പെടും. കടലിൻ്റെ ഭൂമിയുടെ ക്രമതാളങ്ങൾ തെറ്റും. കാലാവസ്ഥ കഴിവ് കുറയും. ഇതിൻ്റെ എല്ലാ കൃഷി അനുഭവിക്കുന്നത് നമ്മൾ കേരളീയർ. നമുക്കറിയാം, നമ്മൾ കൃഷിയൊക്കെ ഉപേക്ഷിക്കും. അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു പോകാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഈ നിയമങ്ങളോട് അതിനോട് ഐക്യപ്പെടാൻ എന്നെ പോലുള്ളവർക്ക് കഴിയില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോഴും അഭയാർത്ഥികളാണ്. പാരിസ്ഥിതിക അഭയാർത്ഥികളാണ്. അതിനെ നമ്മൾ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുതിയ തലമുറ പ്രത്യേകിച്ച്. അവർക്ക് ഈ കേരളം നരകമാണ്. കാരണം അവരുടെ വിദേശ രാഷ്ട്രങ്ങളിൽ എന്താ അവിടെയാണ് അവർ കണ്ടെത്തുന്ന സ്വർഗം. ഈ നരകത്തിൽ അവർക്ക് അവരുടെ ജീവിതം ഭോഗിക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ അവബോധം നമ്മുടെ യുവ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളം ഇന്ത്യയെ പരിഹരിച്ചിട്ടുള്ള ഇവിടുത്തെ നാടുവാഴ്ത്ത ഇവിടുത്തെ ഭൂസ്വാമികൾക്ക് വേണ്ടി ഓപ്പറേറ്റുകളുടെ ഏജന്റുകളായി മാറിക്കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ നിയമനിർമ്മാണങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഭൂമിയെ രക്ഷിക്കാനുള്ള ഏക വഴിയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കൂടുതൽ സംസാരിക്കാമെന്നുള്ള പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ കേട്ട എല്ലാവർക്കും അഭിവാദ്യം പ്രകടിപ്പിച്ചുകൊണ്ട്